So welcome back to the channel everyone, welcome back to another vlog. നമ്മൾ ഇന്ന് SD രജിസ്ട്രേഷൻ്റെ പാർട്ട് 2 ഷൂട്ട് ചെയ്യാൻ വന്നേക്കാണ്. ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ വന്ന വഴിക്ക് ഭയങ്കര ചെക്കിങ് ആയിരുന്നു. ചെക്കിങ് ഒക്കെ ഭയങ്കരമായിട്ട് കൂടിയുണ്ട്. അടിയിലേക്ക് പോട്ടെ, ചിലപ്പോൾ കോപ്പി റൈറ്റ് അടിക്കും. ഹാൻഡിൽ കിട്ടിയല്ലേ? ഇത് ഒറിജിനൽ ഹാൻഡിൽ? ഇത് ഒറിജിനൽ ഹാൻഡിൽ ഉണ്ട്. ഇപ്പൊ നമുക്ക് ആദ്യം ഹാൻഡിൽ പിടിപ്പിക്കാം. കേബിളൊക്കെ ഇപ്പൊ പിടിപ്പിക്കണല്ലേ? ഓക്കെ. അപ്പോൾ മാഗ്നറ്റ് മാറ്റിയിട്ട് പുതിയത് ഇടാൻ പോവാണേ. ഇതാണല്ലേ പുതിയ മാഗ്നറ്റ്? ഇത് പുതിയതല്ല മാഗ്നറ്റ്. ഇത് എൻ്റെ സ്റ്റാർട്ടിംഗ് കോയിൽ, HT കോയിൽ, എൻ്റെ CDI യൂണിറ്റ്, എൻ്റെ RR യൂണിറ്റ്, എൻ്റെ ഇതാണ് മെയിൻ ഓൾഡ് മോഡൽ മാറ്റിയിടാനുള്ള സാധനം. ഇത് വയറിംഗ് കിറ്റ്. ഇതാണ് CDI യൂണിറ്റ്. അപ്പോൾ പോയിന്റ്സും CDI തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്താണെന്നൊക്കെ എനിക്കോട് ചോദിക്കാം. ഇതിപ്പോൾ പോയിന്റ്സ് മാറ്റിയിട്ട് നമ്മൾ CDI ശരിയാക്കണം. അപ്പോൾ അതിൻ്റെ മെയിൻ ഡിഫറൻസ് എന്താണ്? പോയിന്റ് ആയി കുറെ കഴിയുമ്പോഴേ ഒരു 500 കിലോമീറ്ററൊക്കെ ഓടിക്കഴിയുമ്പോഴേക്കും പ്ലാറ്റിനം പോയിന്റിൽ ഫുള്ളായിട്ട് ഓവർ സ്പാർക്കിംഗ് ചെയ്തിട്ട് ക്ലാവ് പിടിക്കും, കാർബണേ പിടിക്കും. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് ഇതിൻ്റെ സ്പാർക്കിംഗ് കുറയുമ്പോൾ സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ് വരും. CDI ആകുമ്പോൾ അങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നുമില്ല നമുക്ക്. നമ്മൾ വീണ്ടും വെച്ചത് വാട്ടർ പേപ്പർ ഇട്ട് ക്ലീൻ ചെയ്യണം. 500-600 കിലോമീറ്റർ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 60-ന് മേളിൽ പോകുമ്പോൾ വണ്ടിക്ക് ഒരു വൈബ്രേഷൻ ഉണ്ടാവും. അത് സ്റ്റാൻഡേർഡ് കണ്ടീഷനുള്ള വണ്ടിയാണെങ്കിൽ കുഴപ്പമുണ്ടാകില്ല. കാരണം മാഗ്നറ്റ് പവർ കുറയുന്ന സമയത്ത് നമുക്ക് പവർ കുറയുമ്പോൾ നമ്മൾ അതിൻ്റെ ലൈൻ ത്രൂ കണക്ഷനായിട്ട് കൊടുക്കും. അന്നേരമാണ് കൂടുതൽ സ്പാർക്ക് ചെയ്യണത്. ഒറിജിനൽ വരുന്നതിൽ നമുക്ക് വണ്ടിയുടെ ഇഗ്നിഷൻ സ്വിച്ച് 4ാമത്തെ പോയിന്റിൽ ബാറ്ററി സ്റ്റാർട്ടിംഗ് ഉള്ളതാണ്. അപ്പോൾ അത് അപ്പോൾ മാഗ്നറ്റിന് പവർ ഉണ്ടാവും. അപ്പോൾ അത് മിക്കവാറും വണ്ടിയുടെയൊക്കെ മാഗ്നറ്റും കോറൊക്കെ പവർ കുറയുന്ന സമയത്ത് നമുക്ക് സ്പാർക്കിംഗ് കിട്ടാണ്ട് വരുമ്പോൾ നമ്മൾ തന്നെ ലൈൻ അഡീഷണലായിട്ട് വേറെ ലൈൻ എടുത്ത് കൊടുക്കുന്നതാണ്. അന്നേരം ഓവർ സ്പാർക്ക് ചെയ്യും. അപ്പോൾ നമുക്കൊരു 60 കഴിയുമ്പോൾ വണ്ടിക്ക് വൈബ്രേഷനും ഒക്കെ വരും. CDI കഴിഞ്ഞാൽ ആ പ്രോബ്ലം ഒന്നുമില്ല. നമുക്ക് ടൈമിംഗ് അഡ്വാൻസ് ചെയ്യുകയും ചെയ്യാം. ഇത് ഇവിടെ 2 മാർക്ക് ചെയ്തിട്ടുണ്ട്. കമ്പനി ടൈമിംഗ് മാർക്ക് ചെയ്ത് തരുന്നതാണത്. ഈ 2 ലൈൻ. നമ്മളിപ്പോൾ ഈ ലൈനിൽ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. പിന്നെ നമ്മൾ എറണാകുളത്ത് കൊണ്ടുപോയിട്ട് രണ്ടാമത് ജോമിയുടെ അടുത്ത് കൊണ്ടുപോയിട്ട് രണ്ടാമത് നമ്മൾ ടൈമിംഗ് കറക്റ്റ് ചെയ്യിപ്പിക്കും. എന്നിട്ട് മാർക്ക് ചെയ്ത് നോക്കും. പിന്നെ എന്നും അതായിരിക്കും ഫിക്സഡ് ടൈമിംഗ് വരുന്നത്. കമ്പനി മാർക്ക് ചെയ്ത് തരുന്നതാണ്. നമ്മൾ വാങ്ങിക്കുന്ന കടയിൽ നിന്ന് തരുന്നതാണ്. കറക്റ്റ് ആയിക്കൊന്നുമില്ല. കാര്യം ഇതിൽ ഹെഡ് സിലിണ്ടറിൻ്റെയൊക്കെ പാക്കിങ്ങിൻ്റെ ഗ്യാസ്കറ്റിൻ്റെ കനം അനുസരിച്ച് വ്യത്യാസം വരും. അത് നമ്മൾ ആ വണ്ടി സെറ്റ് ചെയ്തിട്ട് അതിൽ കറക്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമുണ്ടാവില്ല. അവർ ഉദ്ദേശിച്ച് തന്നെയാണ് നമുക്കത്. റാങ്കിൻ്റെ അകത്ത് ഇതേപോലെ കട്ടിങ് ഉണ്ടാവും. ഒരു സ്റ്റെപ്പ് ഉണ്ട്. ആ സ്റ്റെപ്പിലേക്ക് അത് കയറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ലോക്കായി. പിന്നെ ഈ കീയിലേക്ക് ഇത് സാധാരണ അണ്ടർ ഫിസിക് ചെയ്യുന്ന പോലെ തന്നെ ചെയ്യാം. ആ ഹോൾഡർ അതിൽ കറക്റ്റായിട്ട് ഇടണമെന്ന് മാത്രമേ ഉള്ളൂ. നല്ല ഇവിടുത്തെ ഗ്രോമറ്റിലാണല്ലോ കട്ട് ചെയ്യാനിടാൻ വേണ്ടി. ചിലത് കട്ട് ചെയ്തിട്ടുള്ളൂ. ചൂടുവെള്ളത്തിൽ വലിച്ചം കിട്ടാതെ ഇവിടുന്ന് കയറില്ലല്ലേ ശരിക്കായിട്ട്. വീട്ടിലെ വാഷ് തന്നെ വേണം കറക്റ്റായിട്ട്. അത് ലോക്കായി നിൽക്കണതിൻ്റെ അല്ലെങ്കിൽ മാഗ്നറ്റ് ഊരിപ്പോരും. നമ്മളിവിടെ മാഗ്നറ്റ് ഇട്ടേണ്ട ഒരു റൗണ്ട് ടൈപ്പ് ഇതിട്ട് കൊടുക്കും, വാഷർ ഇട്ട് കൊടുക്കും. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ മാഗ്നറ്റ് പുറത്തേക്ക് തള്ളിപ്പോരെന്ന് പറയണേക്കാം.
അവിടെ ആ ചാക്കല കൊടുത്തേ അവിടെ ചായ ഉണ്ടാക്കി. ഇതിങ്ങനെ വലിഞ്ഞ് കയറാൻ വേണ്ടിയാണ് തിളച്ചുള്ളത്തിലിടുന്നത്. ഇവിടെ നമ്മളിപ്പോൾ ആദ്യം CD ആയല്ലേ കണക്ട് ചെയ്തിരുന്നത്, അതിന്റെ നീളം കുറവായിട്ട്. അല്ല ശരി, ഇവിടെ തന്നെ ഞാൻ വെച്ചത് മരപ്പ് തന്നത് HT കോയിൽ ഇവിടെ വരും, ശരിക്കും വരുന്നുണ്ട്. ആണല്ലേ, ഇവിടെ ഇപ്പം എന്താ പറഞ്ഞത്? HT കോയിൽ. ഇത് 6 യൂണിറ്റ് CD യൂണിറ്റ് ഈ ടൂൾ ബോക്സിന്റെ മേലിൽ. ഇവിടെ ഇപ്പോൾ നമ്മളൊരു ഹോൾ ഡ്രില്ല്, ശരിക്കും അവിടെ ഒരു ഹോൾ ഉണ്ടാകണം. കാര്യം എന്താ വെച്ചാൽ റെഗുലർ പഴയ മോളിൽ വണ്ടിയുടെ റെക്ടിഫയർ വരുന്ന ഒരു ഹോൾ ഉണ്ട് അവിടെ. ചിലപ്പോൾ അടച്ചു കളഞ്ഞിട്ടാ വേണ്ടി തപ്പളേ, അല്ലെങ്കിൽ പുട്ടിട്ടപ്പാണ്. അപ്പോൾ നമ്മളിപ്പോൾ അത് വേറെ തുളയിടണം, എന്നിട്ട് ഇവിടെ ഫിറ്റ് തുറക്കണം. ഇത് നമ്മളിപ്പോൾ ഇൻഡിക്കേറ്റർ സ്വിച്ച് സുസുക്കി കൊണ്ടേ കൊടുക്കണം. മാക്സിൻ്റെ കേട്ടോ, ഇൻഡിക്കേറ്റർ ഉള്ളതുകൊണ്ട് അങ്ങനെ കൊടുത്തേക്കണത്, സെപ്പറേറ്റ് സ്വിച്ച് വെക്കാണ്ടിരിക്കാനായിട്ട്. സ്വിച്ച് എടുത്തതിൻ്റെ ഫ്രണ്ട് ഭാഗം കട്ട് ചെയ്ത് കളയണം. ഇതിലുള്ള യോക്കും ലിവറൊക്കെ ഉണ്ടാവും, അത് കളഞ്ഞിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ വണ്ടി ഇത്രയൊക്കെ ആയി. നമ്മുടെ ആക്സിലേറ്റർ കേബിൾ ഇടാനുള്ളൊരു തത്രപ്പാടിലാണ്. കാരണം ഇതിപ്പോൾ കണ്ടോ, ഒരു ഷോർട്ട് ഹാൻഡിൽ പോലെയാണ്. നേരത്തെ കൂടിയ ഹാൻഡിൽ, പൊക്കമുള്ള ഹാൻഡിലായതുകൊണ്ട് തന്നെ കേബിളൊക്കെ നീളം കൂടിയ കേബിളാണ്. അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ക്ലച്ച് നല്ലോണം ഗ്രീസ് കൊടുക്കണം. ഗ്രീസ് ചെയ്യണം. അത് ഇത് റാഡ് തിരിയുമ്പോൾ തേയ്മാനം കണ്ടിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ റാഡ് തുളഞ്ഞു പോകും. ആ സെൻറ്റർ വെക്കുമ്പോഴേ സപ്പോർട്ട് എന്നുള്ളത്. നമ്മുടെ റോളർ പൊട്ടിപ്പോയി എടുത്താൽ ഇവിടെ റോളർ വരുവേ, ഇവിടെ റോളർ വരും ഇതിൻ്റെ അകത്തെ, അതില്ലാതെ ഞാനെടുത്ത് ഇട്ടേക്കാം. അതിനകത്ത് കിടപ്പുണ്ട് സാധനം. ഇപ്പോൾ നമ്മളിത് റെയർ ബ്രേക്ക് കേബിൾ കണക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലേ. ഈ ഫേസ് ബെൻഡാവും ഇതല്ലേ? അത് വെച്ച് മുറുക്കി നിർത്തും. അപ്പോൾ ഇതിൻ്റെ അടുത്ത് ഔട്ട് എയർ വരും, പ്രശ്നങ്ങളൊക്കെ ഉണ്ട്.
അപ്പോൾ നമ്മൾ സാധാരണ ചിലർ അറിയാൻ പാടത്തോണ്ട് ലെത്തി കൊണ്ടേ കൊടുക്കും ഫേസ് ചെയ്യാൻ വേണ്ടി. ശരി നമ്മൾ താഴെ മതിലുമ വെച്ചിട്ട് ഇങ്ങനെ ശരി കുറച്ചാൽ മതി സാധനം. അത് ഈ രണ്ട് സൈഡ് തേഞ്ഞ് പോയിക്കോളേ. ഇത് ഒറിജിനൽ ജിക്കോവിൻ്റെ നമ്മൾ ആക്സിബേഡ് വെച്ചിട്ടെ ഇതിനെ ചെക്ക് ചെയ്യണം. അപ്പോൾ ഇതിന് കംപ്ലൈൻറ്റ് ഇല്ല ഓൾറെഡി. മറ്റേതാണെങ്കിൽ സെൻറ്ററിൽ ഗ്യാപ്പ് വരും. ആ അല്ല മനസ്സിലായില്ല. അങ്ങനെ കംപ്ലൈൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല തറയിൽ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് ശരിക്ക് ഉരച്ച് ഫേസ് ചെയ്യണം. അപ്പോൾ ഈ രണ്ട് സൈഡ് തേഞ്ഞ് പോയിക്കോളും ഇതിനകത്തെ. അപ്പോൾ നമുക്ക് ലെവൽ കിട്ടും. പെട്ടെന്ന് ആരും ശ്രദ്ധിക്കാത്ത പോകണം വെക്കാം. പൊതുവായിട്ടൊക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിലേ ശ്രദ്ധിക്കില്ല. ഇത് ഒറിജിനൽ ജിക്കോവിൻ്റെ ആണല്ലോ. ജിക്കോവിൻ്റെ അറുപത്. ഈ പാക്കോ അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റഡ് ആണോ? പാക്കോ സെയിം മോഡൽ വരുന്നുണ്ട്. നമ്മൾ സാധനം വെച്ചിട്ട് കൈക്ക് ഫേസ് ചെയ്യണം. ഈ പോയിന്റ് ഓവർഫ്ലോ ഉണ്ടെന്നുണ്ടെങ്കിൽ. കാരണം മറ്റുള്ള വണ്ടികൾക്ക് നീഡിൽ മാറ്റി സെറ്റ് ചെയ്യല പരിപാടി. ഇതിന് ചിലപ്പോൾ ഈ സാധനം മാറ്റണം. എന്നിട്ട് സീറ്റിംഗ് ആക്കാൻ വേണ്ടി ഇതിൽ സെൻറ്റർ പിടിക്കുക. കൈക്കിന് സെൻറ്റർ പിടിക്കണം. അത് നമ്മളിങ്ങനെ കൈക്കിങ്ങനെ കാണിക്കണം ഇങ്ങനെ. അപ്പോൾ അതിനകത്ത് അത് ലെവലായിക്കോളും. ചെറുതായിട്ട് കാണിച്ചാൽ മതി. അറ്റം നമുക്ക് ഷാർപ്പായി കിട്ടൂടാ. എയർ ടൈറ്റ് ആയി കിട്ടുവേ. ജെറ്റ് 93 മെയിൻ ജെറ്റ്. റോക്കിങ് 96. സൈസ് അതായത് നമ്പർ കൂടുന്ന ജെറ്റിൻ്റെ ഹോൾ വലുതായിക്കൊണ്ടിരിക്കും. ഇത് 50 ആയിരിക്കും വരുന്നത് ഐഡിയൽ ജെറ്റ്. അത് റോക്കിങ് ആകുമ്പോൾ 45 വരും ഇലക്ട്രോണിക് വണ്ടിക്ക് വരുമ്പോൾ. ചോക്കാണത്. കാർബേറ്ററിൻ്റെ മനസ്സിലായില്ലേ. ഈ സാധനം കളമശ്ശേരി കുറേ ഇപ്പം കേട്ടോ. ഈ ഓസ് മാത്രം പുള്ളി കഴിഞ്ഞ ദിവസം അവിടെ കട ഒതുക്കണമായിരുന്നേ. അപ്പോൾ കുറേ സാധനം ഇപ്പം ഉണ്ടായത്. ഇത് മറ്റേ ബുള്ളറ്റിൻ്റെ കാർബ് വയ്ക്കുമ്പോഴുള്ള പോലെ പെട്ടെന്ന് കയറി പോകില്ല. ഇല്ലെങ്കിൽ കയറി പോകില്ല, കിടന്നത്. മറ്റേത് ഇടക്കിടയ്ക്ക് മറ്റേത് കയറി പോകും. ഇത് സ്റ്റീൽ ബേഡിന് കിട്ടിയാൽ കുഴപ്പമില്ല. സ്റ്റീൽ ബേഡ് നല്ല സാധനമാണ്, നല്ല റബ്ബറാണത്, ഫ്ലെക്സിബിൾ ആണ്. ഇത് വണ്ടിക്ക് ഓവർഫ്ലോ ആയി കഴിഞ്ഞാലേ നമ്മൾ ഈ സാധനം ഇങ്ങനെ ഇപ്പം ഇത് റണ്ണിങ്ങിൽ ഇങ്ങനെ വെക്കണം, ഓപ്പൺ ആയിട്ടേക്കണം. ഇപ്പോൾ ഓവർഫ്ലോ ആയി കഴിഞ്ഞാൽ ഇതിനെ പൊക്കി വെച്ചിട്ട് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൈ ബാക്കിൽ പൊത്തി പിടിക്കുന്ന ആ ഫീൽ കിട്ടും. പെട്ടെന്ന് വണ്ടി സ്റ്റാർട്ട് ആകാൻ ചാൻസ് ഉണ്ട്. ഉപയോഗിക്കാം. അതിനാണ് കട്ടിങ് കൊടുത്തേക്കുന്നത് ഇവിടെ. നമുക്ക് ഈ സിസ്റ്റം മറ്റേ റോഡ് കിങ്ങിനൊന്നും കയറ്റാൻ പറ്റില്ല അല്ലേ? ഈ ഓസ് വണ്ണം കൂടുതലല്ലോ ഇവിടെ. അപ്പോൾ നമുക്ക് കയറില്ല. നിന്റെ അവിടെ ചോക്കില്ലേ ഓൾറെഡി? അതിന് ആവശ്യം വരുന്നില്ല. മറ്റേ ബുള്ളറ്റിൻ്റെ ആകുമ്പോൾ പിന്നെ അങ്ങനെ ഓവർഫ്ലോൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല. ഈ ഒരു സംഭവം ഇപ്പോൾ ഞാൻ എന്തായാലും ആദ്യമായിട്ട് കേൾക്കാം കേട്ടോ. ഇപ്പോൾ റണ്ണിങ്ങിൽ ഇങ്ങനെ ആയിരിക്കണം, നമ്മളിത് ഇങ്ങനെ ഇങ്ങോട്ട് വലിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഓവർഫ്ലോ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും. ഫസ്റ്റ് ഇത്, സെക്കൻഡ് ഇത് സ്പ്രിങ് ഇടാം. ഇതിപ്പോൾ റോഡ് കിങ്ങിന് ഇങ്ങനെ തന്നെ എല്ലാത്തിനും. ജിക്കോവിൻ്റെ കാർബേറ്റർ ആണെങ്കിൽ, മറ്റേ കാർബേറ്റർ ആണെങ്കിൽ സിസ്റ്റം വലിയ വ്യത്യാസമൊന്നുമില്ല, ഏകദേശമൊക്കെ സെയിം ആണ്. ഇത് ജിക്കോ ആകുമ്പോൾ ഇങ്ങനെ ഇടണം, നമ്മൾ സ്പ്രിങ് സെൻറ്റർ കൊടുക്കുക, കറക്റ്റ് ഹോളിൽ തന്നെ കയറ്റണം, നമ്മൾ കൈ നോക്കി കയറ്റണം ഇങ്ങനെ. അപ്പോൾ ഇത്ര എളുപ്പത്തിൽ ഇടാൻ പറ്റും നമുക്ക്. ചിലർ സ്പ്രിങ് ലോഡ് ചെയ്തിട്ട് കേബിൾ കയറ്റിയിടും, അപ്പോൾ ഒരുപാട് ടൈം എടുക്കും. ശരിക്കും എല്ലാവർക്കും എളുപ്പത്തിൽ പറ്റിയെന്ന് വരില്ല. അത് സ്പ്രിങ് ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല, വേണ്ട, വെറുതെ കയറ്റാൻ കിട്ടാം. ഇതിനകത്തൊരു പിന്നുണ്ട്, ഈ ലൈനിൽ കറക്റ്റ് വരണം. ആ പിന്നിൻ്റെ കറക്റ്റ് സെൻറ്ററായിട്ട് ഇടണം. വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ കൈക്ക് പൊക്കി ഇങ്ങനെ തിരിച്ച് കാണിക്കണം. അപ്പോൾ കറക്റ്റായിട്ട് ലോക്കായി വീഴും. ലോക്കായിട്ട് അല്ലെങ്കിൽ വീഴും.
ഒറിജിനലാണ് ഇത്? ഒറിജിനൽ പഴയ ടൈപ്പ് ആക്സിഡൻറ്റിന് വരും, ജാവക്ക് ഉള്ള ടൈപ്പിൽ വരുന്നതാണത്. അത് അവർ സെപ്പറേറ്റ് ആയിട്ട് കേബിളൊക്കെ കയറ്റി കിട്ടിയേക്കണേറ്റൊക്കെ. ഒന്ന് ഈ വഴിക്ക് ഇറങ്ങി നേരെ ഇങ്ങനെ അത് ഇവിടെ ഒരു പുറത്ത് കാണും. ഇതൊക്കെ അതിന് വേണ്ടിയുള്ള ഇതിപ്പോൾ ഇവിടുന്ന് സ്വിച്ച് വരും. ഇവിടെ നിന്നുണ്ടെങ്കിൽ അതിന് കൊടുക്കാവുന്നതാണ്. ഇവിടെ ഇല്ല, ഇതിനാ കട്ടിങ് ഒന്നും ഇല്ല. ആ കേബിളാണെങ്കിൽ ഓൾറെഡി ഇവിടെ കട്ടിങ് ഒക്കെ ഉണ്ടാകും. ഹാൻഡിൽ ബാറിൽ കട്ടിങ് ഉണ്ടാകണം. അപ്പം ഇതും നമ്മളിത് ചെയ്തതുപോലെ തിളച്ച വെള്ളത്തിൽ അല്ലെങ്കിൽ ചൂടുവെള്ളത്തിലിട്ടാൽ സ്മൂത്തായിട്ട് ഇതിലേക്ക് കയറി ഇരിക്കുള്ളൂ. അല്ലെങ്കിൽ ഈ സ്ഥലത്തൊക്കെ വെച്ചിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് ബലം പിടിക്കുമ്പോൾ ചിലപ്പോൾ അത് പൊട്ടിപ്പോകാനോ കീറിപ്പോകാനോ അല്ലെങ്കിൽ ഇതിൻ്റെ പെയിൻറ്റ് പോകാനൊക്കെ ചാൻസ് ഉണ്ട്, ടാങ്കിൻ്റെ പെയിൻറ്റ് പോകാനൊക്കെ ചാൻസ് ഉണ്ട്. ഇത് ചൂടുവെള്ളത്തിലിടും. ലോക്ക് ടൈപ്പിൻ്റെ ഇത് കണ്ടില്ലേ, ഇതിപ്പോൾ നമ്മുടെ സീറ്റിൻ്റെ സെയിം ലെവലായിപ്പോയി. അപ്പോൾ അത് കാരണം ഇവിടെ നിന്ന് ഒരു പീസ് കട്ട് ചെയ്തിട്ട് നമുക്ക് അഡ്ജസ്റ്റബിൾ ആക്കി വെക്കാനുള്ളൊരു പ്ലാനുണ്ട്. അപ്പോൾ അതുകൂടാതെ പിന്നെ ഹെഡ്, പിന്നെ അങ്ങനെ വയറിങ്ങിൻ്റെ കുറച്ച് കാര്യങ്ങളും കൂടെ, അങ്ങനെ അല്ലറ ചില്ലറ പരിപാടികളും കൂടെ ബാക്കിയുള്ളൂ. അപ്പോൾ എന്തായാലും പാർട്ട് 2 ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മളുടെ മേജർ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കേബിളും കാര്യങ്ങളും വയറിങ്ങും ഇലക്ട്രിക്കലിൻ്റെ മുഴുവനും കഴിഞ്ഞിട്ടില്ലെങ്കിൽ കൂടെ ഒരുവിധം എല്ലാ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു ഫിനിഷിങ് ടച്ച് കൊടുക്കുന്നൊരു പരിപാടിയുണ്ട്. അതായത് നമ്മളിപ്പോൾ ആ എൻജിൻ്റെ സൈഡിലൊക്കെ ഉള്ളതില്ല, അതൊക്കെ ഒന്നും കൂടെ പോളിഷ് ചെയ്ത് സെറ്റ് ചെയ്യണം. അപ്പോൾ എന്തായാലും ഇക്കത് സ്റ്റാർട്ടാവുന്ന ലെവലിലായിട്ട് ഇക്കിനി അത് അഴിക്കുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ പാർട്ട് 3 എന്ന് പറയുന്നത് ഞാൻ കംപ്ലീറ്റ് ഇതായിട്ട്, അപ്പോൾ നാളെ വന്നിട്ട് ഹെഡ് സെറ്റ് ചെയ്യുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്താലും ഞാനത് പാർട്ട് 3 ആയിട്ട് ഇടുന്നില്ല. ഇനി കംപ്ലീറ്റ് സെറ്റായിട്ട് വണ്ടി ഇറങ്ങുന്നതായിരിക്കും പാർട്ട് 3 ആയിട്ട് ഇടുന്നത്. ഓക്കെ, അല്ലാതെ കുറേ വീഡിയോസ് ഇട്ടിട്ട് കാര്യമില്ലല്ലോ. ഇപ്പോൾ ഇതെന്തായാലും പാർട്ട് 2 അത്യാവശ്യം നല്ല ഒരുപാട് കണ്ടൻറ്റ് ഉണ്ട്. പാർട്ട് 3 അല്ലെങ്കിലേ കുറച്ചുണ്ടാവുള്ളൂ. അപ്പം ഇനി എന്തായാലും വണ്ടി കംപ്ലീറ്റ് സെറ്റായിട്ട് വണ്ടി ഇറങ്ങുന്നതായിരിക്കും പാർട്ട് 3 ആയിട്ട് ഇടുന്നത്. ഓക്കെ, രാവിലെ വന്നാണ് വൈകുന്നേരം വീട്ടിൽ പോട്ടെ. അപ്പോൾ എന്തായാലും പാർട്ട് 2 ഇവിടെ വെച്ച് അവസാനിക്കാൻ എത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അധികം വൈകാതെ തന്നെ പാർട്ട് 3 വരുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബൊക്കെ ചെയ്ത് ബെല്ലൈക്കണൊക്കെ ടിങ് ടിങ് അടിച്ചിട്ടേക്കാം. ഓക്കെ, ബൈ ബൈ.